കളങ്കാവൽ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. വാട്ട് എ പെർഫോമൻസ് മമ്മൂക്ക. ആദ്യമേ പറയുന്നു, ഈ ചെങ്ങായി തരുന്ന ഗൂസ് ബംസ് അതൊരു വേറെ സാധനമാണ്. എൻ്റെ പൊന്നെ, എമ്മാതിരി മമ്മൂക്കാൻ്റെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ, ഈ പടത്തിനകത്ത് ഇയാൾ ഡെലിവർ ചെയ്ത കുറേ സാധനങ്ങളുണ്ടല്ലോ. കുറച്ച് മാനറിസംസ്, കുറച്ച് ബോഡി ലാംഗ്വേജ്, പിന്നെ കുറച്ച് സ്വാഗ് സാധനങ്ങളുണ്ട്. നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഐറ്റമൊന്നുമല്ല, കണ്ണട വെച്ചാൽ അതൊക്കെ മേലെ ഐറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ജിതിൻ കെ ജോസ് ഓൾറെഡി കുറുപ്പിൻ്റെ ഒരു റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ജിതിൻ കെ ജോസാണ്. ജിതിൻ കെ ജോസിൻ്റെ കയ്യിൽ രണ്ടാളെ കൊടുത്തിരിക്കുക, മമ്മൂക്കേനും വിനായകനും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അയാൾക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ചെങ്ങായി എന്താ ചെയ്തിരിക്കുന്നത് അറിയും, ഈ പടത്തിൽ മൊത്തം ഇവരങ്ങോട്ട് ഫുൾ ഫ്രെയിമിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ഫുൾ ഫ്രെയിമിൽ നമുക്കിങ്ങനെ കാണിച്ചു തരും. കഥ പോകുന്നുണ്ട്, കഥ ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു പെർഫോമൻസും ഇവരുടെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഒരു സ്വാഗ് ഉണ്ടല്ലോ, ഇവരുടെ ഒരു എസ്തെറ്റിക്സ് ഉണ്ട് ഇവരെ ഈ ഫ്രെയിമിൽ കാണുമ്പോൾ. അതിങ്ങനെ സ്ലോ ഡോസ് പോയിസൺ പോലെ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത പണ്ണലാണ്. പിന്നെ പ്ലസ് ഇതിൻ്റെ ഒരു സ്റ്റോറി നറേഷനും ഇതിൻ്റെ BGM പോകുന്നൊരു പ്രത്യേക ടോണും എല്ലാം കൂടിയും കൂട്ടിയിട്ടുണ്ടല്ലോ. തിയേറ്ററിനകത്ത് ഐ റിയലി എൻജോയ്ഡ്. ചിലർക്കൊക്കെ ഈ സംഗതി കുറച്ചൊരു റബ്ബർ ബാൻഡായിട്ടോ അല്ലെങ്കിൽ ഓക്കെ ഓൾറെഡി സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റീൻ്റെ ഒരു സംഗതിയൊക്കെ ഫസ്റ്റ് ഹാഫിൽ തോന്നാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് വലിഞ്ഞതായിട്ടും തോന്നാം. പക്ഷേ പെർഫോമൻസിൻ്റെ ഒരു ഓവർഡോസ് കാരണം നമുക്കത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ക്യൂരിയോസിറ്റി കൂടി, ഇത് എங்கே പോറേ എപ്പടി പോറേ എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ നടക്കാം. ബട്ട് സ്റ്റിൽ ഇവരുടെ പെർഫോമൻസിലൂടെ അതെങ്ങനെ എത്തണമെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഭീകരമാണ്. ആദ്യം തന്നെ ആ മമ്മൂട്ടിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കുണ്ട്. ഓക്കെ, ആ ആർക്ക് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഓപ്പണിങ് സീനൊക്കെ ഉണ്ട്. എൻ്റെ അളിയ ഇജാതി സാധനം. മമ്മൂക്കാക്ക് മാത്രം പറ്റുന്നൊരു ഐറ്റം ഉണ്ട്, ചിരിച്ച് കാണിക്കുന്ന വില്ലനീസം. അതൊക്കെ ഏതാ റേഞ്ച്? ഒന്നും പറയല്ല, അതൊരു വൻ സാധനമായിരുന്നു. തുടക്കം തന്നെ അത് അടിച്ചോടുകൂടി ഉറപ്പിച്ച് ആഹാ ഈ പടം അങ്ങനെ ആവുന്നു. പിന്നെ വിനായകൻ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക, സിവിൽ ഡ്രസ്സിൽ വരുന്നൊരു കോപ്പ്, ഒരു പോലീസുകാരൻ. അത് വിനായകന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും റിയൽ ലൈഫിൽ നിന്ന്. അയാൾക്ക് അങ്ങനെയുള്ള ഇതായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, അങ്ങനെ സീനുകളൊക്കെ ഉള്ളതുകൊണ്ട് അയാളൊരു സട്ടിൽ സാധനം, ഒരു ഭയങ്കര സട്ടിൽ എന്ന് പറഞ്ഞാൽ അമാനുഷികത ഇല്ല, ലാർജർ ദാൻ റിയൽ ലൈഫ് ഇല്ല, കൂൾ കാം കമ്പോസ്ഡ് ആയിട്ടുള്ള വേറൊരു വിനായകൻ്റെ ഒരു ഐറ്റം. അങ്ങനത്തെ ഒരു സാധനത്തിൽ വിനായകൻ ഒരു സൈഡിൽ കൂടി പോകുന്നു. വിനായകൻ അങ്ങനെ ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ മമ്മൂക്ക ശരിക്കും ഞെട്ടിച്ചത് ഒരു സീനുണ്ട് ഇതിനകത്ത്, സിഗരറ്റ് തിന്നണ സീന്. ഞാൻ അതിനെക്കുറിച്ച്, ആ സീനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. ആ സിഗരറ്റ് തിന്ന് തുപ്പിയിട്ട് ഇയാളുടെ ഒരു 2 നോട്ടവും നിർത്തമൊക്കെ ഉണ്ട്. ഇയാളെ ഇനിയുണ്ടല്ലോ, ഇനി ഇങ്ങനെ പിഴിഞ്ഞെടുത്താണ്ടല്ലോ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ കിട്ടും. അമ്മാതിരി ഐറ്റം. കഥയിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്ക് ഡയമെൻഷനൊക്കെ ഇങ്ങനെ ബിൽഡാവുകയാണ്. അതിൽ തന്നെയാണ് കഥ ബിൽഡാവുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ നമുക്ക് ഓക്കെ അത് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞ ഫീലിങ്ങിന് ഇങ്ങനെ പോകും. ആൻഡ് സ്റ്റിൽ പെർഫോമൻസ് ഒന്നും കൂടി മുകളിലായതുകൊണ്ട് പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സാധനം നമ്മളെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഗൂസ് ബംസ് വരും നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിനായകൻ്റെ ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തോന്നിച്ചിരുന്നു, ഇനി ഇവനാ അവൻ എന്നുള്ളൊരു തോന്നിച്ചിരുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ട്. ഇവനെ കൊണ്ട് അങ്ങനത്തെ ഒരു കോപ്പാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാര്യങ്ങളിൽ, അതായത് ഇതിൻ്റെ ഇൻ്റർവൽ സീനിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇൻ്റർവൽ പഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം വെക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഞെട്ടി ഇൻ ദ സെൻസ് ഇന്ത മാതിരി അടഗൊമ്മ പോലത്തെ ഒരു ഐറ്റം. അവിടുന്ന് പിന്നെ സെക്കൻഡ് ഹാഫിൽ പടം പോണ പോക്ക് നമുക്കിങ്ങനെ എക്സ്പെക്റ്റേഷൻ വരും, ഇപ്പം കിട്ടും, പക്ഷെ കിട്ടില്ല. ലാസ്റ്റ് ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് പടത്തിൻ്റെ ഒരു ആ ടെയിൽ സാധനം. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇതിൽ വർക്കായത് മമ്മൂക്ക, ദ വൺ ആൻഡ് ഓൺലി. ഒരു രക്ഷയില്ല മാൻ. ചില ഡയലോഗ് ഡെലിവർ ചെയ്തതിനായിട്ട് ഇയാളുടെ ഒരു ചിരിയുണ്ട്, ഒരു പ്രത്യേക തരം സാധനമാണത്. ഭ്രമയുഗത്തിലുള്ളൊരു മൂപ്പരൊരു ഐറ്റം, ഒരു വടവുകാട്ടിലുള്ള ചിരി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു
ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ പോകുന്നൊരു പടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈനൈഡ് മോഹനൻ അവർ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സിനിമാറ്റിക് സാധനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ സിനിമാറ്റിക് എലമെൻറ്റ്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട് ആൻഡ് കേരള ബേസ് ചെയ്ത് ഒരു ഫാസ്റ്റ് പേസിലാണോ പടം പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഈ കഥ അറിയുന്ന ഒരാൾക്ക് ഇതൊരു ഫാസ്റ്റ് പേസ് മൂവി ആയിട്ട് തോന്നില്ല. കാരണം ഓൾറെഡി ഈ റിയാലിറ്റിയിലുള്ള സാധനം അറിയുന്നത് കൊണ്ട് ഭയങ്കര സ്പീഡായിട്ട് പോണ പോലെ തോന്നില്ല. പക്ഷെ ആ പടത്തിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ്, മമ്മൂക്കാടെ പെർഫോമൻസ്, ബാക്കി വിനായകൻ്റെ പെർഫോമൻസ്, പിന്നെ ഈ കഥ ലിങ്ക് ചെയ്യുന്ന കുറേ മൈന്യൂട്ട് സാധനങ്ങൾ, മനസ്സിലായോ? ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കറക്റ്റ് സ്പൂൺ ഫീഡ് ചെയ്ത് പോവുമായിരുന്നു. പട്ട ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഹാഫ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടുവേർഡ്സ് ഇൻ്റർവെൽ ആ ഒരു ബ്ലോക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഓക്കെ ഇനി എന്തെന്നുള്ളൊരു ക്യൂരിയോസിറ്റി തരാൻ പറ്റി എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ USP ആയിട്ട് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഞാൻ പറയാമല്ലോ ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. അത് കുറേ പേർക്ക് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഒരു എതിരഭിപ്രായം കാണും. പലർക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിനോട് താല്പര്യം കൂടാനുള്ള ചാൻസ് ഞാൻ കാണുള്ളൂ. ബട്ട് ഫോർ മീ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എനിക്ക് സ്പീഡായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഒരു ത്രില്ലിങ് എലമെൻറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഈ വിനായകന് അയാളുടെ ക്യാരക്ടറിൽ ബ്രേക്ക് വരുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ നമുക്ക്, ഇത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഈ ക്യാരക്ടർ, ഇത് ബ്രേക്ക് ആവുമോ? ബാക്കി ക്യാരക്ടേഴ്സൊക്കെ വന്നു പോകുന്നതാണ്. ഓക്കെ, ഗിബിൻ ഒക്കെ ഉണ്ട് വിനായകൻ്റെ കൂടെ, പക്ഷേ മൂപ്പരിങ്ങനെ ഒരു സൈഡായിട്ട് അങ്ങനെ പോകുന്നു. അസീസ് കുറച്ചുണ്ട്, രജിഷ വിജയൻ, അങ്ങനെ കുറേ പേരുണ്ട്. കുറേ അധികം ആളുകൾ ഇങ്ങനെ വന്നു പോവാന്നല്ലാതെ അവരൊന്നും ഈ രണ്ട് മലകൾ നിൽക്കുകയല്ലേ, ഒരു വൻമലയും ഒരു കുട്ടി മലയും ഇങ്ങനെ നിൽക്കുകയല്ലേ വിനായകനും മമ്മൂക്കിയും. ഇവരെ തന്നെ സ്ക്രീനിൽ ഇവരെന്നെ പെർഫോം ചെയ്ത് ഇവരെന്നെ ഡെലിവർ ചെയ്ത് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തരത്തിനും ബാക്കി ആർക്കും അല്ലേ അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ പണ്ടാറക്കാലം അത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM, ഇതിൻ്റെ കളർ ടോണ്, പിന്നെ ഇതിന് പിടിച്ചിട്ടുള്ള ആ ഒരു 2000 എനിക്ക് തോന്നുന്നൊരു 5, 6, 7 അല്ലേ ആ ഒരു ടൈമിൽ ആ മൊബൈൽ ഫോണിനൊക്കെ ഭയങ്കരമായിട്ട് ആ പണ്ടത്തെ നോക്കിയേൻ്റെ കുറേ സെറ്റുകളും അതിൻ്റെ റിംഗ് ടോണും അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര നൊസ്റ്റു സാധനങ്ങളായിരുന്നു. പിന്നെ ഒരു ഹോണ്ട അക്കോർഡ്, ഈ ഹോണ്ട അക്കൗണ്ടിൻ്റെയൊക്കെ ഒരു ടോപ്പ് എന്നുള്ളൊരു വ്യൂ ഫ്രണ്ടിൽ നിന്ന് വരുന്നല്ലേ കുറച്ച് വ്യൂ ഒരു സാധനങ്ങളുണ്ട്, അതൊക്കെ കൊടുത്തൊരു ഒരുമാതിരി എസ്തെറ്റിക്സ് ഉണ്ട് ഈ സിനിമയുടെ ഫ്രെയിമിന്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പടത്തിലെ കുറേ ടെക്നിക്കൽ സാധനങ്ങളുണ്ട്. അതിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ടൈമിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കുമോ, ഇങ്ങനെ നടക്കാൻ വഴിയുണ്ടോ, ഓക്കെ അന്നത്തെ ടെക്നോളജി അത് ചിലപ്പോൾ തോന്നാം. ഓക്കെ, അങ്ങനെ തോന്നിയാലും തെറ്റ് പറയില്ല. കാരണം ഈ ഡീപ്പ് ഇൻ ടു ദ എന്താ പറയുക സ്റ്റോറി നോക്കി ഇതിലെ ഫുൾ സാധനം ഡീകോഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫീല് വരാതിരിക്കുകയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മൂവി ആസ്പെക്റ്റ് നോക്കുന്ന സമയത്ത് ഒരു റിയൽ സാധനത്തിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഒരു എക്സാജുറേഷൻ വേണമല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഒരു സാധനം വരാതിരിക്കുകയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പടം മൊത്തത്തിൽ എനിക്ക് ഞാൻ പറയാമല്ലോ ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ഷോ, ഒരു രക്ഷയില്ലാത്ത ഷോ. അയാൾ പിടിച്ച ക്യാരക്ടറിൻ്റെ ഒരു സ്വാഗ്, അതാണ് ഈ പടം കൊണ്ടുപോവുക. പിന്നെ വിനായകൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നായകൻ ആണോ ഈ സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ ഇഷ്ടപ്പെടുന്നവർക്ക് നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്കാം. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് എ മമ്മൂട്ടി ഷോ മാൻ, ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ. ചില എന്താ പറയുക ഇത് പറയാൻ പറ്റില്ലല്ലേ, ഭയങ്കര സ്പോയിലറായി പോകും കുറേ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് കുറേ സീനൊക്കെ എടുത്ത് പറയണമെന്നുണ്ട് മമ്മൂക്കാൻ്റെ, പക്ഷേ അങ്ങോട്ട് സാധിക്കില്ല. അങ്ങനെ ഇത്രയും ടഫായിട്ട് അല്ലെങ്കിൽ ഇത്രയും ക്രൂക്കഡായിട്ട് ഷൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇയാൾ പോയിട്ട് റൊമാൻസ് കാണിക്കുന്നുണ്ട്. എൻ്റെ എപ്പടി അതായത് എങ്ങനെ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആവുള്ളൂ, നമുക്ക് തന്നെ ഫീൽ ആവും ആ സാധനം. മനസ്സിലായോ? ഒരു ഏജ് കാറ്റഗറി അങ്ങനെ ഭയങ്കര ഒരു ഏജ് കാറ്റഗറി അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ഏജ് കാറ്റഗറി അറിയാമല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫീമെയിൽ ലീഡിൻ്റെ ഒരു ഏജ് കാറ്റഗറി ഒക്കെ നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവും. സംവെയർ അറൗണ്ട് 35-40, കല്യാണം കഴിയാത്ത അല്ലെങ്കിൽ ഡിവോഴ്സ്ഡായ, ഒറ്റയ്ക്ക് താമസിക്കുന്ന, അങ്ങനെ ആ ഒരു കാറ്റഗറി ഏജ് കാറ്റഗറി ഒക്കെ വരേണ്ട രീതിയിലുള്ള ഒരു സ്ത്രീകളുടെ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു ഫ്ലേർട്ടിങ്ങും ഇങ്ങനെ ചെയ്യുന്നൊരു തരം സാധനമുണ്ട്. അതൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ഫ്രെയിമിൽ വേറെയാ ആള് മാറുകയാണ്. അന്യൻ അമ്പി റമോ എന്താ അത്. ഞാൻ റിയലി എൻജോയ്ഡ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ചിലർക്ക് ഇത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നാം, ചിലർക്ക് ഈ കഥ ഓൾറെഡി റിയാലിറ്റിയിലുള്ള ഒരു സാധനം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതെന്താ ഇങ്ങനെ എടുത്ത് വെച്ചതെന്ന് തോന്നാം. ബട്ട് സ്റ്റിൽ ഫോർ മീ ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ഷോ ആയിരുന്നു ഇത്. വെൽ ഡൺ ജിതിൻ കെ ജോസ്, അടിപൊളിയായിട്ട് മമ്മൂക്കാനെ നമുക്ക് കാണിച്ചു തന്നു അല്ലേ. ഞാൻ എന്തായാലും എൻജോയ് ചെയ്തു. ഓക്കെ, ഈ ബാക്കി നിങ്ങൾ പോയി കാണും.